ഞാൻ പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തില് സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് ഈ കൂട്ടായ്മയിലുള്ള എല്ലാ പ്രിയമുള്ളവർക്കും ഞാൻ സ്നേഹത്തോടെ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. സുസ്ന ആന്റിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇത്ര ഞാൻ തിരിച്ച് മറ്റൊരു മെസ്സേജുമായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ദൈവത്തിന്റെ വഴികളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്റെ തൊണ്ട എത്ര ക്ലിയർ ആയിട്ടില്ല എങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടിന്റെ ഒരു ആയിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. ചോദിച്ചതിലും പരമാ നീ നിനച്ചതിലും മേൽത്തരമാ ചോദിച്ചതിലും പരമായി നീ നിനച്ചതിലും മേൽത്തരമായി മകളെ നിനക്കായി ദൈവം കരുതിയിട്ടുണ്ട്. കലങ്ങാതെ ചിന്താകുലങ്ങളെല്ലാം യേശുവിന്മേൽ ഇട്ടുകൊള്ളുക. അവൻ കരുതുന്നല്ലോ നിനക്കായി ധരയിൽ അതിശയമാ ചിന്താകുലങ്ങളെല്ലാം കണ്ടിട്ടില്ലാത്ത ആളുകൾ നീ കേട്ടിട്ടില്ലാത്ത വഴികൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ നീ കേട്ടിട്ടില്ലാത്ത വഴികൾ മകളെ നിനക്കായി ദൈവം കരുതിയിട്ടുണ്ട്. അതെ ചിന്താകുലങ്ങളെല്ലാം യേശുവിന്മേൽ ഇട്ടുകൊള്ളുക. അവൻ കരുതുന്നല്ലോ നിനക്കായി ധരയിൽ അതിശയമാ ചിന്താകുലങ്ങളെല്ലാം. ഹല്ലേലൂയ. സോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരികയാണ്. അപ്പ അവിടുന്ന് വിശ്വസ്തന നീതിമാ ഞങ്ങൾ ചോദിക്കുന്നതിലും നിനക്കിലും അത്യന്തം പരമായിട്ട് അടിയങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിവുള്ള വിശ്വസ്തനായ നല്ല പിതാവാകിയ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന അപ്പ. ഹല്ലേലൂയ. അങ്ങ് ആരെന്നറിഞ്ഞ് കർത്താവെ അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ട് ചെയ്യുവാൻ കഴിവുള്ളവനാണ് എന്നുള്ള ഉറപ്പ് ഞങ്ങളിൽ ഉണ്ടാവുമ്പോൾ അപ്പ ചിന്താകുലങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. അതെല്ലാം മാറ്റി കർത്താവെ, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടതുപോലെ നിത്യാനന്ദം ഞങ്ങളുടെ തലമേല് അവിടുന്ന് പകർന്നു തരുന്നതിനായിട്ട് സ്തോത്രം. അപ്പൊ ഈ സമയത്തും അടിയങ്ങളെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവമേ, വെറും ഫ്രജൈൽ ആയിട്ടുള്ള ഒരു പാത്രമാണ് പാടി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. അങ്ങയുടെ വചനമാണ്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമാണ്. ആ പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് രാത്രിയില് ഈ സന്ധ്യാസമയത്ത് അടിയങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കാണാത്ത കേൾക്കാത്ത വഴികൾ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരുവാൻ വിശ്വസ്തനായ ദൈവമായിരിക്കുക. സ്തോത്രം. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. പൂർണ്ണമായി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ
ആമേൻ. ആമേൻ. സോറി, ഇടയ്ക്ക് എന്റെ തൊണ്ടയിലൊരു ഇച്ചിരി ഇറിറ്റേഷൻ ഉണ്ടായി. എന്റെ ശബ്ദം നന്നായി കേൾക്കാമല്ലോ അല്ലെ? താങ്ക് യു. എല്ലാരും സന്തോഷമായിരിക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. നമ്മള് ആണ് ആയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇച്ചിരി പ്രസാദമുള്ള മുഖത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കും അത് വലിയൊരു എൻകറേജ്മെന്റ് ആയിരിക്കും. നമ്മള് വിളിച്ചപേക്ഷിക്കുന്ന ദൈവം നമ്മെ അറിയുന്ന ദൈവമാണ് അല്ലെ? സകലത്തെയും ഉളവാക്കിയ ദൈവം, വായിലെ വചനത്താല് ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് എല്ലാത്തിനെയും വിളിച്ചു വരുത്തിയ ദൈവമാണ്. ആ ദൈവത്തിന്റെ പേര് യഹോവ ഇരേ എന്നാണ്, യഹോവ ശാലോം എന്നാണ്, യഹോവ യഹോവ റോഹി എന്നാണ്, എന്നെ കാണുന്ന ദൈവം എന്നാണ് ആ ദൈവത്തിന്റെ പേര് അല്ലെ? അപ്പം ആ ദൈവത്തിന്റെ അടുക്കലാണ് എത്ര അധികം സന്തോഷത്തോടുകൂടി ഈ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല എന്നുള്ള ഒരു ഉറപ്പോട് പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. എനിക്ക് വചന ശുശ്രൂഷ എന്ന് പറയുന്നത് ഞാൻ വളരെ ശാന്തമായിട്ടാണ് ചെയ്യാറുള്ളത്. വചനം മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉള്ള ഒരു ഉറപ്പും ധൈര്യവും വിടുതലും വളരെ വലുതാണ്. അപ്പം ഞാൻ ഇന്ന് ആന്റി എന്നോട് ഇന്നും വചനം പറയാനായിട്ട് പറഞ്ഞപ്പോ ആ ആ ദിവസം, അതിന്റെ തലേ ദിവസം, അതായത് നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ കൂടി അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങൾ ദൈവം എന്നോട് സംസാരിച്ച വചനങ്ങളാണ് ഞാൻ വിചാരിച്ചു ഇന്ന് അതിനെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിലേക്ക് പോകാം. 61 നിന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ രചിച്ചത്. 62-ാം വാക്യത്തിലെ അധ്യായത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നിട്ട് കർത്താവിൽ നിന്ന് നമ്മളെ എന്താണ് ഓർപ്പിക്കാൻ ഉള്ളത് എന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ദൈവവചനത്തില് നല്ല ആഴമായ ഗ്രാഹ്യമുള്ളവരാണ്, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാണ്, അല്ലെങ്കിൽ റൂട്ടഡ് ആണ്. വചനം അറിയാത്തവരല്ലാരും. അപ്പം ഞാൻ എന്തെങ്കിലും പുതുതായിട്ട് പഠിപ്പിക്കുന്നു എന്നല്ല, ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യാനായിരിക്കും ഇന്ന് രാത്രിയിൽ ദൈവം എന്നിലൂടെ ആഗ്രഹിക്കുന്നത്, നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആയിട്ടുള്ള വചനങ്ങളായിരിക്കും. അല്ലാണ്ട് നമുക്കറിയാലോ, നമ്മൾ കേട്ടിട്ടുള്ള വചനങ്ങളും വാക്യങ്ങളും അധ്യായങ്ങളും ഒക്കെ തന്നെയാണ്. യെശയ്യാ പ്രവചനം മുഴുവനും ഒരു വിഷയം നമുക്ക് കാണാതെ അറിയാം ഓരോ ചാപ്റ്ററിലും എന്താണെന്നുള്ളത്. പക്ഷെ ഇന്ന് രാത്രിയിൽ കർത്താവ് എന്താണ് എന്നെ ഓർപ്പിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്നോട് എന്താണ് പറയാൻ ഉള്ളത് എന്നുള്ള ആകാംക്ഷയോടെയാണ് ഞാനുമായിരിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 62-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങള്, 7 വരെയുള്ള വാക്യങ്ങള് വായിക്കാമോ? സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും. നിന്നെ ഇനി അസുബ തെക്ത എന്ന് വിളിക്കുകയില്ല, നിന്റെ ദേശത്തെ ശമാമ ശൂന്യമെന്ന് പറയുകയുമില്ല. നിനക്ക് ഹെർസിബ ഇഷ്ട എന്ന്, നിന്റെ ദേശത്തിന് ബെയൂല വിവാഹസ്ഥ എന്ന് പേരാകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ, നിന്റെ ദേശത്തിന് വിവാഹം കഴിയും. യവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കുകയും അരുത്.
ആമേൻ. താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒരു ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. സോറി, എന്റെ ഫോണിലെ ചാർജ് ഇച്ചിരി ചാർജ് കുറഞ്ഞു. അതാണ് ഞാൻ ചാർജർ ഒന്ന് കുത്താൻ വേണ്ടിയിട്ടായിരുന്നു. വോയിസ് ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ ഓക്കെ. കഴിഞ്ഞ ആഴ്ചയില് നമ്മള് 61 അധ്യായത്തില് ഞാന് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിന്റെ പശ്ചാത്തലം എല്ലാം പറഞ്ഞതാണ്. അപ്പം ഇനി അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കറിയാം, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന, ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് സ്വന്തം ദേശത്ത് മടങ്ങി വന്ന യഹൂദ ജനത്തോടുള്ള പ്രവാചകനാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത്. അവര് സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല രീതിയിൽ എന്ന് പറഞ്ഞാല് ഇത്രയും ശലോമോൻ രാജാവും അതായത് ദാവീദും ശലോമോൻ രാജാവ് തുടങ്ങി അവരുടെ സമയത്തൊക്കെ ഉള്ള ഒരു ഗോൾഡൻ ടൈമിൽ നിന്ന്, അല്ലെങ്കിൽ സുവർണ ഒരു സമയത്ത് നിന്ന്, ഏറ്റവും പ്രോസ്പെരിറ്റിയിൽ നിന്നിരുന്ന ഒരു ദേശം പിന്നെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് അവരുടെ പ്രശംസാ വിഷയമായ, അവരുടെ എന്താ പറയുക, പ്രൈഡ് എന്നൊക്കെ പറയുമായിരുന്ന യെരൂശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ട് അത് അതിലെ സകല വിശുദ്ധ പാത്രങ്ങള്, സ്വർണം, വെള്ളി, അങ്ങനെയുള്ള എല്ലാം ശത്രു കവർന്നുകൊണ്ടുപോയി അവരുടെ യൗവനക്കാരെ വാളിന് ഇരയാക്കി തീർത്തു. അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ ഗർഭിണികളെ. വിലാപങ്ങളുടെ പുസ്തകം നമ്മൾ വായിച്ചു നോക്കിയാൽ അറിയാം യെരൂശലേമിലെ ചെയ്ത അക്രമങ്ങളുടെ കാഠിന്യം എന്തായിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിലാപങ്ങളുടെ പുസ്തകം വായിച്ച്, അത് പദ്യരൂപത്തിൽ എഴുതിയിരിക്കുന്നതാണ്. പക്ഷെ അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ ഒരു ജനത്തോട് എങ്ങനെ ഇപ്രകാരം ചെയ്യാൻ കഴിയും, എങ്ങനെ ഇത്ര ക്രൂരത മനുഷ്യന് കാണിക്കാൻ കഴിയും എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെബൂഖദ്നേസർ അങ്ങനെ ചവിട്ടിക്കളഞ്ഞ ഒരു ജനതയായിരുന്നു ഈ യഹൂദ ജനം. എന്നാൽ യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ 70 സംവത്സരത്തിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദേശത്തിലേക്ക് മടങ്ങി വരും എന്ന് പറഞ്ഞതുപോലെ അവർ സ്വന്തം ദേശത്തിലേക്ക് സെരുബ്ബാബേലിന്റെയും എസ്രായുടെയും നെഹമ്യാവിന്റെയും ലീഡർഷിപ്പില്, അവരുടെ നേതൃത്വത്തില് 3 കൂട്ടമായിട്ട് അവർ സ്വന്തം ദേശത്തേക്ക് വന്നു. പക്ഷേ ഈ ദേശത്തിലേക്ക് വന്നതിന് ശേഷവും അവർക്ക് പ്രതീക്ഷിക്കാനായിട്ട് ഒന്നുമില്ല. ചുറ്റും നോക്കുമ്പോൾ എല്ലാം തകർന്ന് കിടക്കുകയാണ്. മനുഷ്യരുടെ മുൻപില് നിന്നയായി പോയ ഒരു ദേശമാണ് യഹൂദ. ഇസ്രായേലിന്റെ 10 ഗോത്രങ്ങള് അസീറിയ പിടിച്ചുകൊണ്ട് പോയിട്ട് അവര് ഒരു സമ്മിശ്ര ജാതിയായിട്ട് തീർന്നെന്ന് കാണാൻ കഴിയും. ഈ ഒരു അവസ്ഥയില് ആണ് ഈ പ്രവാചക ഈ ഒരു പ്രോഫറ്റിക് വേർഡ്സ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇത് നിങ്ങൾ മടങ്ങി വരും, നിങ്ങളുടെ ദേശത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവിടെ എഴുതിയെങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവരുടെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നില്ല. ഓരോ ശത്രു രാജ്യങ്ങളും ഓരോ സാമ്രാജ്യങ്ങളും പ്രബലരായി കഴിയുമ്പോൾ ഇസ്രായേലിന്റെ അവസ്ഥ താഴേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. യേശുക്രിസ്തുവിന്റെ കാലത്ത് നമുക്ക് കാണാം, യേശുവിൽ
യേശുവിലും അവർ വിശ്വസിച്ചില്ല അല്ലെ. യഹൂദന്മാര് യേശുവിനെ മശീഹയായിട്ട് വിശ്വസിക്കാതെ ക്രൂശിനെ ഏൽപ്പിച്ചു കളഞ്ഞു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിന്റെ മേൽ കല്ലിന്മേൽ കല്ല്, എന്തൊരു പണി എന്ന് പറഞ്ഞ്, അതായത് സെക്കൻഡ് ടെമ്പിൾ ആണ്, രണ്ടാമത് പണിത ആ ആലയത്തിൽ നോക്കിയിട്ട് ശിഷ്യന്മാര് എന്തൊരു പണിയാണ് എന്ന് അതിന്റെ ഭംഗി കാണിച്ചു കൊടുക്കുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം ഇത് നാശത്തിനിരയായി തീരും എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം AD 70 ടൈറ്റസ് എന്ന് പറയുന്ന ചക്രവർത്തി, റോമൻ ചക്രവർത്തി യെരുശലേമിലേക്ക് ചെന്നിട്ട് ഈ ടെമ്പിള് അല്ലെങ്കിൽ ഈ ആലയത്തെ പൂർണ്ണമായിട്ട് തകർത്ത് കളഞ്ഞ് ചുട്ടു കളഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അദ്ദേഹം ചെയ്തതെന്തെന്ന് ചോദിച്ചാല്, ചിലരൊക്കെ പറയുന്നത് ഇത് ബൈബിളിനുള്ളിലുള്ളതല്ല, എക്സ്ട്രാ ബിബ്ലിക്കൽ എവിഡൻസസ് വെച്ചിട്ട് പറയുന്നത്, ഈ ആലയം കത്തിച്ചപ്പോൾ അതില് സ്വർണം ഉരുകി ഇതിന്റെ അടിസ്ഥാനത്തിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, ഇവര് ഈ അടിസ്ഥാനത്തില് സ്വർണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ഏതോ രണ്ട് രീതി എങ്ങനെയായിരുന്നാലും അങ്ങനെ ആ സ്വർണം റിട്രീവ് ചെയ്യാനായിട്ട് ഇത് ഓരോ കല്ലും ഇളക്കി 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 അവർ നോക്കിയെന്നാണ് പറയുന്നത്. അതായത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ആ ആലയം നശിപ്പിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ പ്രവാചകൻ ഈ വചനം പറഞ്ഞ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷവും തങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരാത്ത ഒരു ജനം, അവര് വേഴ്സായിട്ട് അവരുടെ സ്ഥിതി വളരെ മോശമായിട്ട് തന്നെയാണ് പോയത്. അവസാനം ഇങ്ങനെ ഈ ആലയം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ യഹൂദ ചരിത്രം വായിക്കുമ്പോൾ അറിയാം, അവര് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ചിതറിപ്പോയി. എന്നാലും ചോദിക്കേ, നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ന്യായാധിപന്മാരുടെ കാലത്ത് ശത്രുക്കള് അവരുടെ ദേശത്ത് വന്ന് അവരെ ഒപ്രസ് ചെയ്തിരുന്നു, അവരുടെ മേൽ അധികാരം നടത്തി അവരെ കീഴടക്കി വെച്ചിരുന്നു. എന്നാൽ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അവർ ശത്രു രാജ്യത്തിലേക്ക് പോയി. ദേശം അവരെ ഛർദ്ദിച്ചു കളഞ്ഞു, വമിറ്റഡ് ദം എന്ന് പറഞ്ഞു. അവർ ശത്രു രാജ്യത്തിലേക്ക് പോയി. ഇനി അങ്ങനെ ഒരു മടങ്ങി വരവ് പോലും സാധ്യമല്ല എന്ന് തോന്നത്തക്ക രീതിയിൽ അവർ ആ ദേശത്ത് നിന്ന് ഒരു രാജ്യത്തേക്കല്ല, എന്നാൽ ഭൂമിയിലുള്ള പല രാജ്യങ്ങളിലേക്ക് അവർ ചിതറിപ്പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിതറിപ്പോകുന്ന ഒരു ജനത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലെ. അതും എത്രയോ നൂറ്റാണ്ടുകള് അവർ ചിതറിയ അവസ്ഥയില്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ മലയാളികളാണ്, വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ കേരളം വിട്ട് പുറത്തു പോയി താമസിക്കുന്ന നമ്മളുടെ ഒക്കെ അടുത്ത ജനറേഷൻ വരുമ്പോ അവര് നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ രീതികള്, ഭാഷ, ഇതൊക്കെ എത്ര അല്ലെ രണ്ടാമത്തെ ജനറേഷൻ ആയി പോകുമ്പോഴത്തേനും ഒത്തിരി അവര് അതിൽ നിന്ന് മാറ്റിപ്പോകും. ഇപ്പം സെക്കൻഡ് ജനറേഷൻ ഒക്കെ ആകുമ്പോഴത്തേനും മലയാളം പറയുന്നത് വലിയ ബുദ്ധിമുട്ടിലായിരിക്കും. ചിലരൊക്കെ ഉണ്ട്, എന്നാൽ 3-4 ജനറേഷൻ കഴിയുമ്പോൾ മലയാളം എന്നുള്ള ഒരു കാര്യം അവര് കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോകും. അത് ശരിയാണോ അല്ലേ? വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കറിയാം. അപ്പൊ പക്ഷെ നോക്കുക, ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതിലേക്ക് ഞാൻ വളരെ വേഗത്തിൽ വരാം. ഒരു 1-ാം നൂറ്റാണ്ടില് AD 70 ഇങ്ങനെ തകർക്കപ്പെട്ട് ചിതറിപ്പോയ ജനങ്ങള് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു മടങ്ങിവരവോ ഒരു റെസ്റ്റോറേഷനോ കാണാതിരുന്നപ്പോൾ ലോകത്തിലുള്ള സകല ജനങ്ങളും വിചാരിച്ചു, ഇനി ഇസ്രായേലിന് ഒരു റെസ്റ്റോറേഷൻ ഇല്ല, ഇസ്രായേൽ എന്ന ഒരു ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യം ഇനി തലപൊക്കുക, എഴുന്നേറ്റ് വരികയില്ല എന്ന് ആണ് ലോകം മുഴുവനും വിചാരിച്ചത്. എന്നാൽ നമുക്കറിയാം 1948 ഇസ്രായേൽ ഒരു ദേശമായി തീർന്നപ്പോൾ, അപ്പോൾ പോലും അവർ വന്നൊരു ദേശമായി ഒരു ശിശു രാജ്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോഴും അവരെ നശിപ്പിക്കുവാൻ 5 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവർക്കെതിരെ യുദ്ധം ചെയ്ത ചരിത്രമൊക്കെ നമുക്കറിയാം. ഇസ്രായേലിന്റെ ചരിത്രം ഞാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചാല്, ഇസ്രായേലിന്റെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ ചരിത്രം. നമ്മൾ പുതിയ നിയമ ഇസ്രായേൽ ആണെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ. എന്നാൽ ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നത്, സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല,
യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. അതിന്റെ പ്രകാശം, അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പം ഇത് ക്രിസ്തുവിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വചനമാണിത്. എന്നാൽ ഇതിന്റെ ഒരു നിവൃത്തിയും കാണാതെ എത്രയോ തലമുറകളാണ് കടന്നുപോയത്, എത്രയോ നാളുകളാണ് പോയത്. പറയുന്നത്, ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. ഇതിനകത്ത് ദൈവം കൊടുക്കുന്ന ഒരു വചനം എന്ന് പറയുന്നത്, ഒരു വാഗ്ദത്വം എന്ന് പറയുന്നത്, ദൈവം ആരംഭിച്ച ഒരു പ്രവൃത്തിയും കർത്താവ് പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുകയില്ല. ദൈവത്തിന്റെ പ്രോജക്റ്റുകൾ ഒന്നും ദൈവം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുകയില്ല. അവൻ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തുയേശുവിൽ നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ദൈവം ആരംഭിച്ചതിൽ ഒന്നും ദൈവം ഗിവപ്പ് ചെയ്യത്തില്ല. നമ്മളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും തുടങ്ങിയിട്ട് അതിലൊരു റിസൾട്ട് കണ്ടില്ലെങ്കിൽ ആളുകളായി പ്രാർത്ഥിച്ചു, ഇനി എന്തിനു പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു അതിനൊരു ഫലവും കാണുന്നില്ലെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ ഗിവപ്പ് ചെയ്യും. ദൈവം അങ്ങനെയല്ല. ദൈവം ആരംഭിച്ച ഒരു പ്രവൃത്തി അത് ദൈവം അവസാനിപ്പിക്കാതെ, അത് പൂർത്തീകരിക്കാതെ അടങ്ങിയിരിക്കില്ലേ ദൈവം. അതാണ് സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കില്ല എന്ന് പറയുന്നത്. മിണ്ടാതെ ഇരിക്കില്ല എത്രത്തോളം? അതിന്റെ നീതി പ്രകാശം പോലെ, അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. ദൈവം ആരംഭിച്ച പ്രവൃത്തി, അബ്രഹാമിനെ വിളിച്ച നാളില് അബ്രഹാമിനോട് ചെയ്ത ഒരു ഉടമ്പടിയുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും, ഞാൻ നിന്നെ ഒരു ജാതിയാക്കും, ഞാൻ നിനക്ക് സന്താനങ്ങളെ തരും, നിന്റെ നിമിത്തം ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് അബ്രഹാമിന്റെ വാഗ്ദത്തമാണ്, ഉടമ്പടിയാണ്. ദൈവം ചെയ്ത ആ ഒരു ഉടമ്പടി, അന്ന് തുടങ്ങിയ ആ ഒരു പ്രവൃത്തി, അത് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താതെ ദൈവം അടങ്ങിയിരിക്കയില്ല. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അല്ലെ? ഒരു രാഷ്ട്രമായി തീർന്നു എങ്കിൽ പോലും ഇന്ന് ലോകത്തില് ഒരു ചെറിയ രാജ്യമാണെങ്കിൽ പോലും എപ്രകാരമാണ് അത് ലോകരാജ്യങ്ങളിൽ മേലുള്ള ഇൻഫ്ലുവൻസ് എന്ന് നമുക്ക് ആർക്കും പറയാതെ തന്നെ അറിയാം. എത്രമാത്രം ശക്തമായ ഒരു രാഷ്ട്രമാണ് എന്ന് നമുക്കറിയാം. അവർ ചെയ്യുന്ന ആക്രമണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ അതൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദൈവം ഒരു വാർദ്ധക്യത്തിലുള്ള ഒരു മനുഷ്യനെ വിളിച്ചിട്ട്, നിന്റെ നിമിത്തം ഭൂമിയിലെ സകല കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിനോട് ചെയ്ത ഒരു ഉടമ്പടി, ദൈവം ഒരിക്കലും ആ ഒരു ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയിട്ടില്ല. കാലങ്ങള്, വർഷങ്ങള് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ഒരിക്കലും ഈ ജാതി ഒരു രാഷ്ട്രമാകയില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന്, അങ്ങനെ ഒരു രാഷ്ട്രമാകണമെങ്കിൽ എന്താ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഇവര് ചിതറിപ്പോയ രാജ്യങ്ങളിൽ അവിടുത്തെ ഭാഷയായിരിക്കും പഠിച്ചത്, അല്ലെ? അവിടുത്തെ സംസ്കാരത്തിലായിരിക്കും വളരുന്നത്. അങ്ങനെ എന്തെല്ലാം ഇവരുടെ ദേശം ഓൾറെഡി ഓക്യുപ്പൈഡ് ആണ്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ദൈവം ഒരു വാക്ക് പറഞ്ഞാല് ആ ദൈവം ഈസ് നോട്ട് ഓൺലി എ പ്രോമിസ് ഗിവർ, ഈസ് എ പ്രോമിസ് കീപ്പർ. ദൈവം വാഗ്ദത്തം തരുന്നവൻ മാത്രമല്ല, അത് പറഞ്ഞത് ചെയ്യുകയും ചെയ്യുന്ന, വാഗ്ദത്തം നിവർത്തിക്കുന്ന ഒരു ദൈവവുമാണ്. ഹല്ലേലൂയ. ഇസ്രായേലിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം നിവർത്തിക്കാൻ ദൈവം ജാഗരിക്കുന്നുവെങ്കിൽ, തന്റെ സ്വന്തം പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് തന്റെ മക്കളായി തീർന്ന നമ്മോട് ഓരോരുത്തരോടും ചെയ്തിരിക്കുന്ന വാഗ്ദത്തം നിവർത്തിക്കുവാൻ ദൈവം എത്ര അധികം ജാഗരിക്കും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. രാത്രിയില് ദൈവം തന്ന ഏതെങ്കിലും വാഗ്ദത്തത്തില് കർത്താവെ എന്താണ് മിണ്ടാതിരിക്കുന്നതെന്ന് ഓർത്ത് വ്യാകുലപ്പെടുന്നുണ്ടോ? ദൈവത്തിന്റെ സമയത്ത് ദൈവം തന്ന വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. കാരണം എന്തെന്നറിയാവോ? നമ്മുടെ ദൈവം ദൈവമല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ് ടു ലൈ എന്നാണ് പറയുന്നത്.
ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ് ടു ലൈ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ സാധ്യമല്ല. നമ്മോട് ഒരു വചനം നമുക്കൊരു വചനം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ഭോഷ്ക് പറയാത്ത ദൈവം എന്റെ അപ്പൻ, വാക്ക് പറഞ്ഞ എന്റെ ദൈവം അത് തക്ക സമയത്ത് നിവർത്തിക്കുക തന്നെ ചെയ്യും. യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ: മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ഇത് പ്രകൃതിയുടെ നിയമമാണ്. ആകാശത്തു നിന്ന് മഴ പെയ്തുവെങ്കിൽ അത് സസ്യങ്ങൾ മുളയിപ്പിക്കുക, വിത്ത് വിളയുക എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. ആ പ്രകൃതിയുടെ നിയമം അങ്ങനെയാണെങ്കിൽ ഈ പ്രകൃതിയെയും അതിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ദൈവത്തിന്റെ വചനം, ആ ദൈവത്തിന്റെ നിയമം എന്ന് പറയുന്നത് മാറിപ്പോകാത്തതാണ്. ദൈവത്തിന്റെ നിയമം എന്താണ്? തന്റെ വായിൽ നിന്നൊരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, കാലം എത്ര കഴിഞ്ഞെന്ന് പറഞ്ഞാലും അത് വെറുതെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി പോവുകയില്ല. അത് അയച്ച കാര്യം സാധിപ്പിക്കുക തന്നെ ചെയ്യും. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ചാകട്ടെ, നമ്മുടെ കുടുംബത്തെ കുറിച്ചാകട്ടെ, നമ്മുടെ തലമുറകളെ കുറിച്ചാകട്ടെ, നമ്മുടെ സഭയെ കുറിച്ച്, ദേശത്തെ കുറിച്ചാകട്ടെ, ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം മാറുകയില്ല. അത് നിവർത്തിക്കുവാൻ ജാഗരിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് നമുക്ക് ഈ വചനത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ എഴുതിയിരിക്കുന്നത്: ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെട്ടു. ഹല്ലേലൂയ. പുതിയ പേരെന്താണ്? യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും. ഇനി നിന്നെ അസൂബ അല്ലെങ്കിൽ ഫോർസേക്കൻ, ത്യജിക്കപ്പെട്ടവൾ എന്ന് വിളിക്കയില്ല. നിന്റെ ദേശത്തെ ഷമാമ അല്ലെങ്കിൽ ശൂന്യ എന്ന് വിളിക്കയില്ല, എന്ന് പറയുകയില്ല. നിനക്ക് ഹെപ്സീബ എന്നും നിന്റെ ദേശത്തിന് ബയൂല എന്നും പേരാകും. എന്തുകൊണ്ടാണത്? യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. ഇസ്രായേലിന്റെ യാതൊരു മെറിറ്റും കാരണമല്ല, ദൈവത്തിന്റെ സ്നേഹം നിമിത്തം. ഇവിടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. ഈ പേര് വിളിക്കുക എന്ന് പറയുന്നത് ഓണർഷിപ്പിനെയാണ് കാണിക്കുന്നത്, അല്ലെ? ഓണർഷിപ്പിനെയാണ് കാണിക്കുന്നത്. നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോ ഇപ്പോഴാണെങ്കിൽ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ തന്നെ പറയണം കുഞ്ഞിന്റെ പേരെന്താണെന്ന്. കുഞ്ഞിന്റെ പേരെന്താന്ന് പറയുന്നത്. ഈ കുഞ്ഞിന് പിന്നെ നാം ഇടുന്ന പേര് മറ്റെല്ലാവരും ആ പേരിലെ വിളിക്കാൻ പറ്റത്തുള്ളൂ. അവർക്കിഷ്ടമുള്ള പേര് വിളിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താണ്? ഇത് നമ്മുടെ കുഞ്ഞാണ്, ഇത് എന്റെ കുഞ്ഞാണ്. ഞാന് എന്റെ മകൾ ഉണ്ടായ സമയത്ത് എന്റെ അച്ഛനോട് ചോദിച്ചു, കുഞ്ഞിന് എന്താ പേരിടണ്ടേ? അപ്പൊ എന്നോട് പറഞ്ഞു, അത് അമ്മയുടെ ജോലി, അമ്മ തന്നെ ഇട്ടോ എന്ന് പറഞ്ഞു. അമ്മ തന്നെ കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കുഞ്ഞിനുമായിട്ട് ഒരു ദിവസം കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്ത് പേരാണ് എന്റെ കുഞ്ഞിനിടേണ്ടത്? ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ചെവിപ്പുറയിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്, അവൾ ഡാനിയ പോൾ എന്നറിയപ്പെടുമെന്ന്. ഡാനിയ പോൾ എന്നറിയപ്പെടും. ഡാനിയ എന്നുള്ള പേര് ഞാൻ അതിനു മുന്നേ കേട്ടിട്ടില്ല. ഇപ്പൊക്കെ ഒത്തിരി കേൾക്കുന്നുണ്ട്. ഇത് ഈ വർഷം എന്റെ മോൾക്ക് 20 വയസ്സാകും. ഞാൻ കേൾക്കാത്തൊരു പേരാണ് ഡാനിയ എന്നുള്ള പേര്. അപ്പൊ ഞാൻ അച്ചായനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ഇത് കേട്ടെന്ന് പറഞ്ഞു. ചിലതിനെ ദൈവം തെരഞ്ഞെടുക്കുന്നുണ്ടല്ലോ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ്. അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള പേര് ഇട്ടാണ് വരുന്നത്. എന്നാൽ അവർക്കുള്ള കഷ്ടതയും അതുപോലെ തന്നെയാണ് കേട്ടോ. ഈ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിനെ, അതിനെ ഷേപ്പ് ചെയ്യുന്ന ഇച്ചിരി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ അറിയാം, അതിന് ചെടി വെക്കാനുള്ള പാത്രത്തിനെ തീക്കകത്തിടത്തില്ല. പക്ഷെ എന്നേലും നല്ല ഡെലീഷ്യസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ളതിന് അങ്ങനെയുള്ള മൺപാത്രത്തിന് തീക്കകത്തിട്ടില്ലെങ്കിൽ ഈ സ്റ്റൗവിന്റെ ചൂടേക്കുമ്പോഴത്തേനും അത് പൊട്ടിപ്പോകും. ശരിയല്ലേ? അപ്പോ ചിലതിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്
പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ആ ഒരു പേര് പിന്നീട് ഞാൻ പല ഇതിലും കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന് സ്വന്തം ജനമായി തീരേണ്ടതിന് തിരഞ്ഞെടുത്ത ജനമാണ്. എന്നാൽ അവർ കടന്നുപോയ വഴികള് അവരെ സ്നേഹിച്ചത് കൊണ്ട് അവരെ ശിക്ഷാതെ ഇരുന്നില്ല. എപ്പോഴൊക്കെ അവർ പാപം ചെയ്തു മറ്റുള്ളവരെ ഉപരിയായിട്ട് ഒരുപാട് ദൈവം അവരെ ശാസിച്ചും ശിക്ഷിച്ചുമാണ് തന്റെ പർപ്പസിലേക്ക് അവരെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് പകല് ഞാൻ അതിനകത്ത് എഴുതിയിരിക്കുന്ന യഹോവയുടെ കയ്യില് നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും. ഇങ്ങനെ ഇതെല്ലാം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാഗ്ദത്തങ്ങളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുമ്പോഴും അവരുടെ അവസ്ഥ എന്താണ്? അവര് ത്യജിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയാണ്. ഇപ്പോഴും അവരുടെ ദേശത്തെ നോക്കി ആൾക്കാര് ഹായ് ഹായ് ഇതെന്തൊരു അവസ്ഥ എന്ന് പറയുകയാണ്. ഇവർ ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് പറഞ്ഞവരെ ഇന്ന് ചുട്ടെരിഞ്ഞ് കിടക്കുകയാണ്, തീയിൽ കരിഞ്ഞ് കിടക്കുകയാണ്, ഇടിഞ്ഞ മതിലായിട്ട് കിടക്കുകയാണ്. അവരുടെ അവസ്ഥയെല്ലാം വളരെ പരിതാപകരമാണ്. അടുത്ത കാലത്തൊന്നും നമുക്കൊരു രക്ഷകൻ ഉണ്ടാകുമെന്നോ ഈ ഒരു ദൈവം പറഞ്ഞ ഈ ഒരു വാഗ്ദത്തങ്ങളൊക്കെ നിറവേറുമെന്നോ കാണാനുള്ള സാധ്യതകളൊന്നുമില്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ്. എത്ര ഭംഗിയുള്ള വചനങ്ങളാണ്, എത്ര പവർഫുൾ ആയിട്ടുള്ള വചനങ്ങളാണ് ഇതൊക്കെ തന്നിരിക്കുന്നത്. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടം എന്നാണ് പറഞ്ഞത്. പ്രവാസത്തിലേക്ക് പോയ ജനത്തെ ദൈവം ത്യജിച്ചു കളഞ്ഞ ജനമാണ്. അവരെ പറയാനായിട്ട് മീൻസ് എന്റെ ജനമെന്ന് പറയുവാൻ ലജ്ജിക്കപ്പെടുന്ന അവസ്ഥയിലാണ് അവരുള്ളത്. എന്നാൽ പറയുകയാണ്, നീ എന്റെ കയ്യിൽ ഭംഗിയുള്ള കിരീടം എന്ന് പറയുന്ന സാധനം എവിടെയാണ് വെക്കുക? തലയിലാണ് വെക്കുന്നത്, അല്ലെ? ആ കിരീടത്തിന് 2 ഗുണങ്ങളാണ്. ഒന്ന് അതോറിറ്റിയാണ് കാണിക്കുന്നത്, അധികാരം. രണ്ടാമത് അത് കാണിക്കുന്നത് ഡിസ്പ്ലേ ഓഫ് പവർ. അതിന്റെ ഭംഗിയെയും അധികാരത്തെയും മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കുക എന്നാണ്. അതായത് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ മടക്കി വരുത്തുമ്പോൾ നീ എനിക്ക് വിലയേറിയ ആളായിത്തീരും, ഒരു കിരീടം പോലെ ഭംഗിയുള്ളതായിത്തീരും. അതിനെ ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ ഇത് ഞാൻ അടുത്ത് എന്റെ സ്വന്തമാണെന്ന് ഈ നിന്ദിച്ചവരുടെ മധ്യത്തില്, പരിഹസിച്ചവരുടെ മധ്യത്തില്, തലകുലുക്കി കടന്നുപോയവരുടെ മധ്യത്തില് ഞാൻ നിന്നെ പ്രദർശിപ്പിച്ച് നീ വീണ്ടെടുക്കപ്പെട്ടവളാണ്, ഇനി നിന്നെ ത്യജിക്കപ്പെട്ടവൾ എന്നല്ല വിളിക്കുക, നിന്നെ ഞാൻ ഇനി അസൂബ എന്ന് വിളിക്കുകയില്ല, ത്യജിക്കപ്പെട്ടവൾ എന്ന് വിളിക്കുകയില്ല, ശൂന്യ എന്ന് പറയുകയില്ല. നിന്നെ എന്താണ് പറയുക? ഹെപ്സിബ, നീ എനിക്ക് പ്രിയമുള്ളവളാണ്, നീ എന്റെ ഇഷ്ടയാണ്, ഞാൻ നിന്റെ ദേശത്തിന് വിവാഹസ്ഥ എന്ന് പേര് വരുത്തും എന്ന് പറഞ്ഞ് ദൈവം ത്യജിച്ചു കളഞ്ഞ സ്ഥാനത്ത് ദൈവം അവരെ ഓൺ ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഓണർഷിപ്പാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, നിന്റെ ദേശത്തിന് വിവാഹം കഴിയും. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് പല കാര്യങ്ങൾ ഓർത്ത് ദൈവസന്നിധിയില് ഞാൻ വിഷമിക്കുകയും വ്യാകുലപ്പെടുകയും പരാതി പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവം എനിക്ക് തന്ന വചനങ്ങളാണിത്. അതെന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഞാൻ ഒരിക്കലും മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന് വേണ്ടി ഞാൻ വ്യാകുലപ്പെട്ടിട്ടില്ല. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുമില്ല. പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് എന്റെ പേഴ്സണൽ കൺവിക്ഷൻ ആണ്. കാരണം ദൈവം എനിക്ക് തന്ന ഒരു വാഗ്ദത്വമുണ്ട്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിനക്ക് തരും. എന്താണ് ഇതൊക്കെയും? കഴിക്കാനുള്ളത്, കുടിക്കാനുള്ളത്, നമുക്ക് പാർക്കാനുള്ള പാർപ്പിടം, ഇതൊന്നും എനിക്ക് ബോധേടല്ല. പക്ഷെ ദൈവത്തെ അറിഞ്ഞിട്ട് പിന്മാറിപ്പോകുന്ന തലമുറയെ കാണുമ്പോൾ, ദൈവത്തിന്റെ വചനം പഠിക്കാൻ ഇറങ്ങിയിട്ട് ദൈവത്തെ തന്നെ വേണ്ടാന്ന് വെച്ച് പോയിട്ടുള്ള എനിക്കറിയാവുന്ന പ്രിയമുള്ളവര്, ദൈവത്തിന്റെ സഭയെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിശുദ്ധ ജനമായിട്ട് തയ്യാറാക്കേണ്ട, അവരെ പഠിപ്പിച്ച് അവരെ ശിക്ഷയിൽ നടത്തേണ്ട, അല്ലെ ദൈവിക ശിക്ഷണത്തിൽ നടത്തേണ്ട നേതാക്കന്മാര്, അല്ലെ ഇടയന്മാര്, ശുശ്രൂഷകന്മാര്, ലോകത്തിന്റെ ഇമ്പങ്ങളിലും അധികാര കൊതിയിലും മറ്റു പല കാര്യങ്ങളും, ഞാൻ ആരെയും വിമർശിക്കുവാൻ ആളല്ല, പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഹൃദയം നൊന്തു പോകും. കർത്താവേ, അങ്ങയുടെ സഭയുടെ അവസ്ഥ എന്താണ്?
ഒരുപാട് രക്തം ചൊരിഞ്ഞ്, ഒരുപാട് കഷ്ടത സഹിച്ച്, നമുക്കറിയാം രക്തസാക്ഷികൾ ആണ് സഭയുടെ അടിത്തറയെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ? അത്രയധികം ത്യാഗം സഹിച്ച് നമ്മുടെ പ്രാണപ്രിയൻ വീണ്ടെടുത്ത തന്റെ സഭയുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും? ഞാൻ ആയിരിക്കുന്ന ഈ ഇടവും ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം കഴിഞ്ഞ ആഴ്ചയില് ദൈവ കർത്താവ് എനിക്ക് തന്നതാണ് ഈ വചനം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഒരു വചനം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. എന്റെ അപ്പൻ എന്നോട് പറഞ്ഞത് ചെയ്യുക തന്നെ ചെയ്യും, എനിക്ക് ഉറപ്പാണ്. ആ വചനം പിടിച്ചുകൊണ്ട് തന്നെ ആ വചനത്തിൽ ആശ്രയിച്ച് അങ്ങ് പ്രാർത്ഥിക്കും. അപ്പം ചില തലമുറകളെ കുറിച്ചുള്ള പ്രയാസങ്ങള്, രോഗക്കിടക്കയിലായിരിക്കുന്നത്, ദൈവത്തെ അറിഞ്ഞിട്ട് പിന്മാറിപ്പോയത്, ചിലരെ കുറിച്ച് അറിയാം, മാതാപിതാക്കളോട് വളരെ റൂഡായിട്ട് ഇടപെടുന്ന കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളുടെ ഒരു വാക്കും കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തിൽ നടക്കുന്നവര്, ഡ്രഗ് അഡിക്ട്സ് ആയി മറ്റു ചില കൂട്ടുകെട്ടുകളില് ഇങ്ങനെ തകർന്നു പോകുന്ന ഒരു തലമുറയാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇവരെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും? എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും? നല്ല കർത്താവ് ഇവിടെ ഒരു വാഗ്ദത്തം പറയുകയാണ്. ഇത് പറയുന്ന ആരോടാ? ദൈവം തന്റെ സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുത്ത ഇസ്രായേലിനോട് പറയുന്നതാണിത്. നാം നമ്മുടെ തലമുറകളെ കുറിച്ചും, അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന കൂട്ടായ്മയിലോ, നാം ആയിരിക്കുന്ന ഏത് സഭാ പാരമ്പര്യമാവട്ടെ, നമുക്ക് ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് തന്നെ പറയാം. ഈ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ത്യജിക്കപ്പെട്ടവളായിരിക്കുന്നുണ്ടോ? ശൂന്യതയാണോ കാണുന്നത്? ശൂന്യത എന്ന് ഞാൻ പറയുമ്പോൾ ആത്മീകമായിട്ടുള്ള ശൂന്യതയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടും എല്ലാ നിലയിലും സഭ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. എന്നാൽ ആത്മീകമായിട്ടുള്ള ഒരു ശൂന്യത, ആ ശൂന്യതയിൽ നിന്ന് കർത്താവ് മാറ്റി നിനക്ക് ഹെപ്സിബ എന്നും എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറയാ. അതിന് പറയണമെങ്കിൽ ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ എന്താണ്? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പറഞ്ഞിരിക്കുന്നത്. സിനായ് കവനന്റ് എന്ന മോശയിക ഉടമ്പടിയിൽ നമ്മൾ കണ്ടത്, നിങ്ങൾ എന്റെ വചനത്തെ ഞാൻ നിങ്ങളോട് ചെയ്ത എന്റെ നിയമവും നിങ്ങൾ അനുസരിച്ചാൽ, ഇതിനനുസരിച്ച് നടന്ന, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് അബ്രഹാമിനോട് പറഞ്ഞു. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, എന്റെ കൽപ്പനകളും ചട്ടങ്ങളും എല്ലാം നിങ്ങൾ പ്രമാണിച്ച് നടന്നാൽ ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുള്ളതാകും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്നത്, എന്റെ വചനം നിങ്ങൾ എന്നിലും വസിച്ചാൽ, ഞാൻ നിങ്ങളിൽ, നിങ്ങൾ എന്നിലും വസിച്ചാൽ, എന്റെ വചനങ്ങളെ നിങ്ങൾ പ്രമാണിച്ചാൽ, എന്റെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിച്ചാൽ, നിങ്ങൾ എന്റെ പിതാവിനോട് നിങ്ങൾ ചോദിക്കുന്നൊക്കെ എന്റെ പിതാവ് നിങ്ങൾക്ക് നൽകും എന്നാണ് എഴുതിയിരിക്കുന്നത്. വചനത്തിലേക്ക് ഒരു മടങ്ങി വരവ്, കർത്താവുമായിട്ടുള്ള ഒരു ഇന്റിമസിയിലേക്കുള്ള ഒരു മടങ്ങി വരവ്. അപ്പ എന്ത് വന്നാലും ലോകവുമായിട്ട് ഒരു കോംപ്രമൈസും ചെയ്യാതെ അങ്ങയുടെ വചനപ്രകാരം ജീവിക്കുവാൻ അടിയങ്ങളെ ബലപ്പെടുത്തണം. ഇത് നമുക്ക് തനിയെ ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന സകലത്തിലും ആ സകല സത്യത്തിലും നടത്തും. ആര്? ഈ പരിശുദ്ധാത്മാവ്. ആ സകല സത്യത്തിലും നടത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നിട്ടുണ്ടെങ്കിൽ, ആ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് നമ്മൾ ഇരിക്കുമെങ്കിൽ, നമ്മളോട് ഇസ്രായേലിനോട് അരുളി ചെയ്ത ഈ വചനങ്ങളൊക്കെയും അത് നമ്മുടെ ജീവിതത്തിലും പൂർത്തീകരിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് വാഗ്ദത്തങ്ങളെ ഇഷ്ടമാണ്. എന്നാൽ ആ വാഗ്ദത്തം ചെയ്ത ദൈവമായിട്ട് ചേർന്ന് നടക്കുവാൻ നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. ഇനിമേൽ ഒരു രാജ്യമാകെയില്ല എന്ന് പറഞ്ഞ് ഈ ജനത്തെ ദൈവം ഓർക്കുവാനുള്ള കാര്യം എന്താണ്? അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി, മോശയോട് ചെയ്ത ഉടമ്പടി, ദാവീദിനോട് ചെയ്ത ഉടമ്പടി, തന്റെ ഉടമ്പടി നിമിത്തം
മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ സ്നേഹ നിമിത്തം, ദൈവത്തിന്റെ വിശ്വസ്തത നിമിത്തം, താൻ ചെയ്ത ഉടമ്പടി നിമിത്തം ആ ജനത്തെ ദൈവം മടക്കി കൊണ്ടുവരികയാണ്. അവരുടെ ദേശത്തേക്ക് ദൈവം മടക്കി കൊണ്ടുവരികയാണ്. റോമാലേഖനം 8-9 9, 10, 11 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് പൂർത്തിയായിരിക്കില്ല. അവരെ ത്യജിച്ചത് നമ്മളെ ചേർത്ത് വെക്കുവാനാണ്. ആ കാട്ടൊലിവിനെ തള്ളിക്കളഞ്ഞത്, അല്ലെങ്കിൽ അതിന്റെ ചില ശിഖരങ്ങളെ വെട്ടിക്കളഞ്ഞത് കാട്ടൊലിവായിരുന്ന നമ്മെ ഓരോരുത്തരെയും ചേർത്ത് വെക്കുവാനാണ്. എന്നാൽ അവരുടെ വീണ്ടെടുപ്പിന്റെ നാളുകൾ അടുത്തു വരുന്നുണ്ട്. നമുക്കറിയാം, അവരെയും ദൈവം ത്യജിച്ച് കളകിയില്ല എന്നേക്കുമായിട്ട്. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് ഒരു സത്യം തന്നെയാണ്. അത് അവര് വീണ്ടെടുക്കപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ നാം നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ, പുതിയ നിയമ ഇസ്രായേൽ ആയിരിക്കുന്ന നമ്മെ, നമ്മുടെ തലമുറയെ ദൈവം ഓർക്കുവാനുള്ള കാരണം എന്താണ്? തന്റെ സ്വന്തം മുഖാന്തരം നമ്മോട് ചെയ്ത ആ രക്തത്തിന്റെ ഉടമ്പടി, ആ പുതിയ നിയമത്തിന്റെ ഉടമ്പടി നിമിത്തം ദൈവം നമ്മെ എന്നേക്കും തള്ളിക്കളകിയില്ല. രാത്രിയിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരും, നമ്മുടെ പ്രിയമുള്ളവരുടെയോ, നമ്മുടെ തലമുറകൾ ആയിരിക്കോട്ടെ, അവരേതവസ്ഥയിലായിക്കോട്ടെ, ചിലപ്പോൾ മക്കള് പിന്മാറിപ്പോകുമ്പോ, അല്ലെങ്കിൽ പിന്മാറിപ്പോകുന്ന ആരുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോലും നമ്മൾ ഇഷ്ടപ്പെടത്തില്ല, അല്ലെ? അവര് നമ്മുടെ ആരെങ്കിലും ആണോ, അവര് വല്ലാത്ത രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അവരെ മൈൻഡ് ചെയ്യുകയില്ല. ചില സമയങ്ങളിലെങ്കിലും നമ്മൾ സീക്രട്ട് ആയിട്ട് പ്രാർത്ഥിക്കുമെങ്കിലും, എന്നാൽ അങ്ങനെ ത്യജിക്കപ്പെട്ട് കളയാതെ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ദൈവം അരുളി ചെയ്തത് നിവർത്തിക്കുമെന്ന് വിശ്വസിച്ച് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ, ദൈവം തനിക്ക് വേണ്ടി ഒരു തലമുറയെ പണിതെടുക്കുന്നതില് നമ്മുടെ തലമുറകളും ഉൾപ്പെടും. അതിന് സംശയമില്ല. ഹല്ലേലൂയ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് അതിന് തൊട്ട്: യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കുകയും അരുത്. ഹല്ലേലൂയ. ദൈവം താൻ എപ്പോഴും, നാം വചനത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും, ചരിത്രത്തിൽ ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു ഹ്യൂമൻ പാർട്ട്ണർഷിപ്പോട് കൂടിയാണ്. നാം ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമ്മെ എന്തിനു വേണ്ടി വിളിച്ചു അതിന് നമ്മളെ സമ്പൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന് നേരിട്ട് വന്ന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അല്ലെ? പക്ഷെ നമ്മൾ ചരിത്രം മുഴുവൻ പരിശോധിക്കുമ്പോഴും ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി ദൈവം ചെയ്തത് മനുഷ്യർ ത്രൂ ആണ്. എപ്പോഴും ഒരു ഹ്യൂമൻ പാർട്ട്ണർഷിപ്പ് ആവശ്യമാണ് ദൈവത്തിന്. അങ്ങനെ ഇതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ, എന്നിട്ട് പറയുകയാണ്, യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരുത്. സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ്, നാം ഓരോരുത്തരും യഹോവയെ ഓർപ്പിക്കുന്നവരാണ്. എന്താണ് നമ്മെക്കുറിച്ചോ നമ്മുടെ തലമുറകളെ കുറിച്ചോ നമ്മളെ സംബന്ധിക്കുന്ന ഏത് വിഷയത്തിന്റെ മധ്യത്തിലോ ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നടന്നില്ലല്ലോ, ഇത്രയും നാളായല്ലോ എന്ന് വിചാരിച്ച് അത് വിട്ടുകളയാതെ യഹോവയെ ഓർപ്പിക്കുന്ന നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. എത്രത്തോളം സ്വസ്ഥമായിരിക്കരുത്? അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കുകയും അരുത്. നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ തലമുറയെ കുറിച്ചാണെങ്കിൽ, അവരുടെ ഏത് വിഷയവും ആവട്ടെ, ആ വിഷയത്തില് ദൈവത്തിന് പ്രശംസയാകുവോളം, നമ്മുടെ പ്രശംസയല്ല, ദൈവത്തിന് പ്രശംസയാകുവോളം ദൈവത്തെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുക. എന്റെ അപ്പ, അങ്ങ് എനിക്ക് തന്ന വാഗ്ദത്തമാണ്, അങ്ങ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ തലമുറകൾ യഹോവയ്ക്ക് പ്രശംസാ വിഷയമാകുവോളം ഞാൻ മിണ്ടാതെ ഇരിക്കയില്ല. ഇങ്ങനെ ഒരു തീരുമാനം ഇന്ന് രാത്രിയിൽ എടുക്കാൻ സാധ്യമാണോ? അങ്ങനെ യഹോവയെ ഓർപ്പിക്കുന്നവർ മിണ്ടാതെ ഇരിക്കുമ്പോഴാണ് എല്ലാം നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി പോകുന്നത്. ഹല്ലേലൂയ. ദൈവം ത്യജിക്കപ്പെട്ട ഒരു ജനത്തിന്റെ അവസ്ഥ എന്താണെന്നറിയാമോ? അവര് കവർച്ചയായി പോയി, മോഷ്ടിക്കപ്പെട്ടു പോയി, ശത്രുവിന്റെ അധീനതയിലായി, അവരുടെ അധ്വാനത്തിന്റെ ഫലം ശത്രുവാണ് തിന്നുകളയുന്നത്.
അവർക്ക് പ്രോസ്പെരിറ്റി ഇല്ല, അവർക്ക് മുന്നോട്ടുള്ള മുന്നേറ്റമില്ല, യാതൊരു ഇതില്ല. അധ്വാനമുണ്ട്, പക്ഷേ വയറ് നിറച്ച് ഭക്ഷിക്കാനുള്ള ഭക്ഷണം പോലും അവർക്ക് കിട്ടുന്നില്ല. എന്നാൽ ദൈവം പറയുകയാണ്, മതിലിന്മേൽ ആക്കി വെച്ചിരിക്കുന്ന വാച്ച്മാൻ, കാവൽക്കാര്, പുതിയ നിയമപ്രകാരം ഇത് ഇന്റർസെസേഴ്സ് ആണ്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥത അണയ്ക്കുന്ന നാം മിണ്ടാതെ ഇരുന്നാല് ദൈവം സ്വസ്ഥത വരുത്തി കഴിയുമ്പോൾ എന്താണെന്ന് അറിയാമോ? അവർക്ക് ആത്മികമായിട്ട് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്ന 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കയില്ല, നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ചു കളയുകയില്ല എന്ന് യഹോവ തന്റെ വലം കൈയും തന്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു. അവരെ സ്വന്തം ദേശത്തേക്ക് മടക്കി വരുത്തുക മാത്രമല്ല, റെസ്റ്റോർ ചെയ്യുക മാത്രമല്ല, അവർക്ക് പ്രോസ്പെരിറ്റി നൽകും, അവരെ പ്രശംസ വിഷയമാക്കും. അവർ ത്യജിക്കപ്പെട്ടവരായിട്ടല്ല, ദൈവത്താൽ മാനിക്കപ്പെട്ടവരായി, വിലയേറിയവരായി, ഇഷ്ടരായി തീരുമെന്ന് ദൈവം വാക്ക് പറയുകയാണ്, വാഗ്ദത്തം ചെയ്യുകയാണ്. മുമ്പേ സാക്ഷ്യം പറഞ്ഞ ഒരു സിസ്റ്റർ പറഞ്ഞു, തനിയാണ് വിശ്വാസത്തിലേക്ക് ഇറങ്ങിയതെന്ന്. തനിയോ ഉള്ളെന്ന്. ദൈവത്തിന്റെ വചനമാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക എന്നുള്ളത്, അല്ലെ? അത് ദൈവത്തിന്റെ വചനമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു, ഞാൻ വടക്കേണ്ടയിലേക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്റെ ഏർലി 20s എന്റെ കുടുംബത്തിൽ എന്റെ അമ്മ വിശ്വാസത്തിലാണ്, എന്റെ മൂത്ത ചേച്ചി വിശ്വാസത്തിലാണ്, ബാക്കി എല്ലാവരും പേരുകൊണ്ട് മാത്രമേ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളൂ. എന്നാല് ഞാൻ ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് ആ കാലത്ത് എന്റെ കർത്താവിന്റെ വേല തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ ഇവാഞ്ചലിസം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതൊക്കെ ആ സമയത്താണ്. അപ്പോ ഞാൻ ഓരോ ദിവസവും ട്രാക്ട് കൊണ്ട് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ മീറ്റിങ്ങിന് വേണ്ടി ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ അന്യജാതിക്കാര്, വിഗ്രഹാരാധികളായിട്ടുള്ള ഈ അന്യജാതിക്കാരുടെ ഇടയിൽ, കർത്താവെ, അങ്ങയുടെ നാമത്തിനു വേണ്ടി ഞാൻ ഈ വചനവും എടുത്തു പോകുമ്പോൾ എന്റെ സഹോദരങ്ങളുടെ അടുക്കൽ ആരെയെങ്കിലും ഒക്കെ അയക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2001 ഏപ്രിൽ മാസത്തില് ഞാൻ പറഞ്ഞു, കർത്താവെ, ഒരുപാട് നാളായി, ഈ വർഷം എന്റെ ലൈഫിൽ എന്റെ കുടുംബത്തിൽ ഒരു ദൈവപ്രവൃത്തി കണ്ടേ എനിക്ക് മതിയാകുകയുള്ളൂ. 3 ദിവസത്തെ ഉപവാസത്തിലാണ്. ആ ഉപവാസത്തിന്റെ സമയത്ത് ഞാൻ വളരെ ശക്തമായ ഒരു സ്പിരിച്വൽ വാർഫെയർ തന്നെയാണ്, ഒരു എന്താ പറയുന്നത്, അന്ധകാര ശക്തിയോട്, പിശാചിനോടുള്ള ഒരു ഏറ്റുമുട്ടൽ തന്നെയാണ്. അങ്ങനെ അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് ഒരു വചനം തന്നു. ഏതാണെന്നറിയാം? യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങളാണ്. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ആലയത്തിലേക്ക് വെടിപ്പുള്ള പാത്രങ്ങളിൽ വഴിപാട് കൊണ്ടുവരുന്നത് പോലെ അവർ സകല ജാതികളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ സഹോദരന്മാരെ ഒക്കെയും കുതിരപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവർ കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കയറ്റി എന്റെ വിശുദ്ധ പർവ്വതമായ യെരൂശലേമിലേക്ക് യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവരുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവരിൽ നിന്നും ചിലരെ ഞാൻ പുരോഹിതന്മാരായും ലേവ്യരായും എടുക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാനത് വിശ്വസിച്ചു. എന്റെ പ്രിയമുള്ളവരെ, എന്റെ സഹോദരന്മാരെ ദൈവം തന്റെ ആലയത്തിലേക്ക് മടക്കി വരുത്തും. അവരിൽ ചിലരെ പുരോഹിതന്മാരായും ലേവ്യരായും എടുക്കുമെന്ന് ഞാൻ വിശ്വാസത്തോടെ ഈ വചനങ്ങളെ ആവർത്തിച്ചു പറഞ്ഞു. ഏപ്രിൽ മാസത്തിലാണിത്. ജൂൺ മാസത്തിലെ എന്റെ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനും എന്റെ ഭാര്യയും സ്നാനപ്പെടുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ആ മാസം അവർ സ്നാനപ്പെട്ടു. അധികം താമസിക്കാതെ തന്നെ കർത്താവിന്റെ വേലയിലേക്ക് ഇറങ്ങുവാനായിട്ട് ദൈവം സഹായിച്ചു. ഒക്ടോബർ മാസത്തിൽ മറ്റൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനും എന്റെ വൈഫും സ്നാനപ്പെടാനായിട്ട് പോവുകയാണ്. ഡിസംബറിൽ മറ്റൊരു സഹോദരൻ. ആ വർഷം എന്റെ 3 സഹോദരന്മാര് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നു. അവരിൽ ഒരാള് പാർട്ട് ടൈമായിട്ട് കർത്താവിന്റെ വേലയിലാണ്, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരാള് പൂർണ്ണമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ, കർത്താവ് നമ്മോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവ് നമ്മിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വഴിയിൽ ഉപേക്ഷിച്ച് പോകുകയില്ല. നാം തനിയെ ആണോ വിശ്വാസത്തിലേക്ക് ഇറങ്ങി വന്നത്? നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പറയുക, എന്റെ കുടുംബത്തെ ഭൂമിയിൽ പ്രശംസാ വിഷയമാക്കുവോളവും
ഞാൻ യഹോവയെ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ മടുത്തു പോകുകയില്ല. അവർ എല്ലാവരും കർത്താവിനെ അറിയുന്നത് വരെയും, എന്റെ തലമുറ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നത് വരെയും, അല്ലെങ്കിൽ എന്റെ സഭയിലുള്ള, എന്റെ ദേശത്തിലുള്ള ഞങ്ങളുടെ തലമുറയെ ശത്രു തിന്നുകളയുവാൻ, ചവിട്ടിക്കളയുവാൻ, പിശാചിന്റെ അടിമകളാക്കി കളയുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. എന്റെ ദൈവം എന്നെ മതിലിന്മേൽ ഒരു വാച്ച്മാനെ പോലെ ആക്കി വച്ചിരിക്കുന്നുവെങ്കിൽ അവരെ ഭൂമിയിൽ പ്രശംസാ വിഷയമാക്കുവോളം എന്റെ അപ്പ ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല, ഞാൻ അടങ്ങിയിരിക്കില്ല. നോവ് കിട്ടിയ ഒരു സ്ത്രീയെ പോലെ നാം ദൈവത്തോട് നിലവിളിക്കുന്നുവെങ്കിൽ ആ കുഞ്ഞിനെ ജനിപ്പിക്കുന്നത് വരെയും നാം അത് വിട്ടുകൊടുക്കാതെ നാം ആ വേദനയിൽ ആയിരിക്കുന്നത് പോലെ ചില ആത്മിക കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുവാൻ നമ്മിൽ ഓരോരുത്തരും തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ ദേശത്തിന്റെ നന്മ കാണാതെ നാം പിന്മാറി പോകുകയില്ല. എന്താണെന്നറിയാമോ? കഴിഞ്ഞ 2000 വർഷങ്ങളായി, കാലാകാലങ്ങളിൽ ഈ ഈ ദേശത്തും നിങ്ങളായിരിക്കുന്ന എവിടെയാവട്ടെ, അവിടെയൊക്കെയും വിതച്ച സുവിശേഷത്തിന്റെ വിത്തുകൾ അത് കെട്ടുപോകുകയില്ല. അവിടെയൊക്കെയും വിതച്ച സുവിശേഷത്തിന്റെ വിത്തുകൾ അത് മുളച്ചു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവയൊക്കെയും ഫലം കഴിക്കുക തന്നെ ചെയ്യും. അതൊക്കെയും 100 മേനി വിളവ് കൊയ്യുക തന്നെ ചെയ്യും. കാരണം എന്താണ്? രക്തം ചൊരിഞ്ഞ ഒരു പ്രാണപ്രിയന്റെ ഉടമ്പടി ഉണ്ട് നമുക്ക്. അവൻ നമ്മോട് ചെയ്ത ഉടമ്പടി നിമിത്തം, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നമ്മെ വിട്ടുകളയില്ല. നമ്മുടെ തലമുറകൾ എങ്ങനെയാവട്ടെ, പ്രത്യേകിച്ച് ഈ ഒരു വചനം എനിക്ക് തന്നത് തലമുറകളോടുള്ള ബന്ധത്തിലാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, കഴിഞ്ഞ 2024 മെയ് മാസത്തില് ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ ഒരു പ്രയർ പാർട്ട്ണറായ ഒരു ആന്റി, അവരുടെ മകന് വചനം പഠിക്കുവാൻ പോയതാണ്. പക്ഷെ എന്തോ സംഭവിച്ചു, പിന്മാറിപ്പോയി. വല്ലാത്ത കൂട്ടുകെട്ടുകളിലായി. എന്നോട് പറഞ്ഞു, മോളെ നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവ് വളരെ ഒരു ഏർജ് തന്നു. കർത്താവ് അവന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു പ്രേരണ എന്നിൽ ഉണ്ടായിട്ട് ഞാനന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രെയർ ഹോളിലേക്ക് പോയിട്ട് കർത്താവ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. അപ്പ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് അവസ്ഥ എന്നറിയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു, എന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ദൈവസന്നിധിയിൽ കുറെ സമയം ഇരുന്ന് കരഞ്ഞു നിലവിളിച്ച് മല്ലി പിടിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ജീവന് വേണ്ടി ദൈവത്തോട് മല്ലി പിടിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ എന്റെ മറ്റൊരു കൂട്ടുകാരി എനിക്കുണ്ട്, ഈ വിഷയം അറിയാവുന്ന ഒരു കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാരിയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ദൈവം എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു പ്രേരണ തന്നു, എന്താണ് വിഷയം എന്നറിയത്തില്ല. അപ്പോൾ അവരുമായിട്ട് കുറച്ചും കൂടെ അടുപ്പമുണ്ട്. അവൾ എന്നോട് കണ്ണുനീരോട് പറയുകയാണ്, ആത്മഹത്യ ചെയ്യാനായിട്ട് തുടങ്ങുകയായിരുന്നു ആ സമയത്ത്. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ മിണ്ടാതെ ഇരിക്കരുത്. യഹോവ ഭൂമിയിൽ പ്രശംസ വിഷയമാക്കുവോളം ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുത്. ദൈവം തനിയെ ചെയ്യാനായിട്ടല്ല, നമ്മെ ഈ മഹത്വകരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. കർത്താവിനോട് ചേർന്ന് പാർട്ട്ണർ ചെയ്യുവാനാണ് നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2024 വീണ്ടും ഒരു മാസത്തോളം ദിവസം 1-2 നേരം ആഹാരം മുടക്കി, അല്ലെങ്കിൽ ഒരു നേരം കഴിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിലിരുന്നു. അമ്മയുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു വർഷത്തോളമായി. മറ്റേതോ കൂട്ടുകെട്ടിലാണ്. അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. എന്നോട് ചിലപ്പോൾ ചോദിക്കും, കർത്താവ് കാണുന്നില്ലേ, വിധവയാണ്, ഞാൻ തനിയുള്ള ഈ വീട്ടില്, മോളെ നീ പ്രാർത്ഥിക്കുക, അവനിവിടെ മടങ്ങി വരണം, എന്റെ അടുക്കൽ വരണം, പ്രാർത്ഥിക്കുന്നവർ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ അമ്മയെ വിളിച്ചു. അമ്മ ഫോൺ വിളിച്ചാലൊന്നും എടുക്കത്തില്ലായിരുന്നു. അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഒരു 2 ആഴ്ചക്കുള്ളിൽ ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞു. നമ്മുടെ ദൈവം വാഗ്ദത്തം നൽകുന്ന ദൈവം മാത്രമല്ല, വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവം കൂടെയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക്, ഞാൻ വലിയ പ്രാർത്ഥനക്കാരിയാണെന്ന് അങ്ങനെ ഒന്നും പറയാനല്ല ഞാൻ ഈ അനുഭവങ്ങൾ പറഞ്ഞത്. പക്ഷെ നാം ഓരോരുത്തരും ഏതൊക്കെ തകർന്നിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തില് ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ, ആ വാഗ്ദത്തം ഓർപ്പിച്ചുകൊണ്ട്, അപ്പ അങ്ങ് പറഞ്ഞതാണ്, അങ്ങ് ഭോഷ്ക്ക് പറയുന്ന ദൈവമല്ല, അങ്ങ് എന്നോട് ഇത് പറഞ്ഞതാണ്, ഈ വചനപ്രകാരം എന്റെ മകനെ, എന്റെ മകളെ, അല്ലെങ്കിൽ ഇന്നയാളെ ഭൂമിയിൽ പ്രശംസാ വിഷയമാക്കുവോളം, ആ വിഷയത്തിന് ഒരു വിടുതൽ നൽകുവോളം ഞാൻ മിണ്ടാതെ ഇരിക്കില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇടിവ് നിൽക്കുവാൻ തയ്യാറാണോ? ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും.
അല്ലെങ്കിൽ ഒരു നിമിഷം എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? നമ്മെ ഇന്ന് കൂടി വന്നിരിക്കുന്ന നിങ്ങളിൽ ആർക്ക് എന്ത് വിഷയമായിരുന്നാലും, ഏത് വിഷയത്തിന്റെ മധ്യത്തിലാണ് ഹൃദയ തകർച്ചയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നത്, അത് നമ്മുടെ ആകട്ടെ മറ്റുള്ളവരുടെ ആകട്ടെ ഒരു തലമുറയ്ക്ക് വേണ്ടിയാണോ, നിന്നാപാത്രമായിട്ട് ത്യജിക്കപ്പെട്ട അവസ്ഥയിൽ മടങ്ങി വരവിന് യാതൊരു സാധ്യതയും കാണാത്ത ശൂന്യമായി കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ദൈവത്തെ ഈ വചനം ഓർപ്പിച്ച് കർത്താവിനോട് പറയാ, ശൂന്യമായി കിടക്കുന്ന ദേശത്തെ യഹോവയുടെ കൃഷി നടക്കുമെന്ന് യെഹെസ്കേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ഭൂമിയിൽ പ്രശംസ വിഷയമാക്കും. നീ എന്റെ കിരീടത്തിലെ ഒരു മുത്തായി വിളങ്ങും. ഹല്ലേലൂയ. ത്യജിക്കപ്പെട്ടവളായിട്ടല്ല, ഇഷ്ടയായി തീരുമെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ ദൈവം നമുക്ക് തന്ന ഉത്തരവാദിത്വം എന്തെന്ന് ദിനം തോറും നമുക്ക് ഓർക്കാം. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ ഭൂമിയിൽ പ്രശംസാ വിഷയമാക്കുവോളം, യെരൂശലേമിനെ ഭൂമിയിൽ പ്രശംസാ വിഷയമാക്കുവോളം മിണ്ടാതെ ഇരിക്കരുത്. നമ്മുടെ യെരൂശലേം എന്താണ്? അത് നമ്മുടെ ഓർമ്മയിലേക്ക് ഒന്ന് കൊണ്ട്, നമ്മുടെ യെരൂശലേം എന്താണ്? നമ്മുടെ മക്കളാണോ? സഭയാണോ? ദേശമാണോ? നാം പ്രവൃത്തി ചെയ്യുന്ന വേലസ്ഥലമാണോ? എന്തായാലും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അപ്പാ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന ഈ വചനത്തിനായി സ്തോത്രം കർത്താവേ. ഈ ദിവസങ്ങളിൽ കർത്താവേ, എന്റെ പ്രിയമുള്ളവർ ഏത് വിഷയങ്ങളുടെ മധ്യത്തിൽ പ്രയാസപ്പെട്ടിരിക്കുന്നുവോ കർത്താവേ, അങ്ങ് അവർക്ക് ഒരു വചനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങ് എഴുതിയ വചനം ഒന്നും അങ്ങ് നിവൃത്തിയാക്കാതെ ഇരിക്കയില്ലപ്പാ. ദൈവമേ, 19 നൂറ്റാണ്ടുകളോളം ചിതറിക്കപ്പെട്ട് കിടന്ന ജനത്തെ ഒരു ദേശമാക്കി, ഒരു രാജ്യമാക്കി തീർക്കുവാൻ അങ്ങേക്ക് കഴിഞ്ഞുവെങ്കിൽ അപ്പാ, അങ്ങയുടെ പുത്രൻ മുഖാന്തരം ഞങ്ങളോട് പുതിയ നിയമത്തിന്റെ രക്തത്തിന്റെ ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കും വൃഥാവായി കളയാതെ അങ്ങ് അയച്ച കാര്യം സാധിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. അത് ഞങ്ങളുടെ തലമുറകളുടെ വിഷയത്തിലാകട്ടെ, ഞങ്ങളെ വിഷമിപ്പിക്കുന്ന എന്ത് കാര്യത്തിലാകട്ടെ, ഞങ്ങളുടെ വേലസ്ഥലമോ സഭയോ കുടുംബങ്ങളോ കുടുംബ ബന്ധങ്ങളോ അവരെ സംബന്ധിച്ച് എന്ത് കാര്യമാകട്ടെ അപ്പാ, അതൊരു പ്രശംസാ വിഷയമാക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതിൽ മറുപടി നൽകണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തലമുറകളില്ലാത്തവർക്ക് തലമുറകൾ നൽകണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കാൻ നന്ദി പറയുന്ന കർത്താവേ. സൂസനാന്റെയും കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഇവിടെ ചേർന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഇടിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും അവസ്ഥകൾ ഉണ്ടെങ്കിൽ, തകർക്കപ്പെട്ട നിന്ദിക്കപ്പെട്ട ഏതെങ്കിലും അവസ്ഥകൾ ഉണ്ടെങ്കിൽ അതൊക്കെയും മാറ്റി അതിനെ പുതുക്കി പണിത് പ്രശംസാ വിഷയമാക്കി ദൈവത്തിന്റെ നാമത്തിന് മഹത്വമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ അങ്ങയുടെ പൊന്നുകരങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ. അവിടെ ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ പൂർത്തിയാക്കുവോളം വിശ്വാസത്തോടെ നിൽക്കുവാനടി ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.